Tilakam Group presents Beauty Land, branded fancy items and cosmetics galude exclusive showroom. Tilakam Group's presents family salon and bridal makeup studio, eyebrow, hydra facial, microblading, tattooing എന്നിങ്ങനെ എല്ലാ മോസ്റ്റ് മോഡേൺ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും HD, nude, mirror, glow തുടങ്ങി എല്ലാവിധ മേക്കപ്പ് ഐറ്റംസും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. Tilakam Group's presents IIBT Beauty Institute, യൂണിവേഴ്സിറ്റി സർട്ടിഫൈഡ് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി Tilakam Groups, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കാടു കണ്ടേ കാടൊന്നു കണ്ടേ അല്ലി മലർക്കാവു കണ്ടേ കുന്നു കണ്ടേ കുന്നതു കണ്ടേ കാടിനുള്ളിൽ കാവതു കണ്ടേ മായ കണ്ടേ മായന്റെ മായാജാലം കണ്ടേ അല്ലി കണ്ട കാവിനുള്ളിൽ മായന്റെ മായാജാലം കണ്ടേ അല്ലി കണ്ട മായന്റെ ഉള്ളിൽ മായന്റെ ബലി കണ്ടേ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് യങ് മാൻ. നിനക്ക് തണുക്കണില്ലേ? പക്ഷേ മനസ്സ് ചൂടാണ്. നിനക്കിവിടം പിടിച്ചെന്ന് തോന്നുന്നു. നമുക്കിതുപോലൊരു റിസോർട്ട് വാങ്ങിയാലോ? എന്തിനാ റിസോർട്ടാക്കുന്നത്? ഒരു കൊട്ടാരം തന്നെ പണിതു തരാം. ഈ കച്ചവടം നടക്കട്ടെ. സാറേ, ചൂടെല്ലാം റെഡി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നല്ല തണുപ്പ് തന്നെ. എന്തെന്താ റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ഞാനിന്നേ പോകുന്നില്ല വിചാരിച്ചല്ലോ. ബോംബെ വിട്ടോ? ദേ രാജീവേട്ടൻ ഈവനിപ്പം കെട്ടിയെടുക്കാൻ കണ്ടു. ഇതൊരു കറുത്താറാണെങ്കിൽ പെട്ടെന്ന് തീർന്നവന്താണ്. എവിടെ ഡാൽഫിയെ വേഗം നോക്കടാ. രാജുവേട്ടാ, ഇപ്പൊ ശരിയാക്കി തരാട്ടാ. ഒന്ന് വേഗം നോക്കടാ. ഓൺലി 5 minutes. ശ്രീയേട്ടൻ എവിടെ? ആ വന്നല്ലോ. എന്താടാ അൽഫി, നീ നാട്ടിൽ പോകുന്നില്ലേ? ഏത് നാട്? ഞാനൊന്നും പോണില്ല. ശ്രീയെ, ഇവനെ നമ്മളെ കൂടാണ്ട് കൂട്ടിയാലോ? ആലോചിക്കാം. ആൽഫി ആഗ്രഹിക്കട്ടെ, പറ്റിക്കരുത്. പോടാ പോടാ. എടാ സുൽഫിയ, പറഞ്ഞ സാധനം മുഴുവനുണ്ട്.
3 ദിവസം കായ് പെൻഡിങ് ഉണ്ട് കേട്ടോ. മായന ഇന്ന് കിട്ടണം. നടങ്ങുമായ പൈസ തരുമെന്ന് ഞാൻ പറഞ്ഞു. മാനേജറാടാ ഞാൻ. മാനേജർ ഒലക്ക. കായ് കിട്ടിയില്ല മായന സ്വഭാവം മാറും. ഇത് വെറുതെ കിട്ടുന്നൊന്നല്ല. എവിടെയാ കുതിരമുറ ആൽഫി? ബാക്കി അവനോട് പറഞ്ഞോളാം. ചേച്ചിയോ? എന്താ മായ കലിപ്പിലാണല്ലോ? ഒന്നുമില്ല ചേച്ചി, വെറുതെയാ. മായ ഇന്ന് എന്റെ വെപ്പ, ചോറ് വെച്ചിട്ട് പോയാ മതി. ശരി ചേച്ചി, നീ ഒന്ന് വന്നേടാ. ഞാനിവിടെ ചേച്ചിനെ സഹായിക്കണ കണ്ടില്ലേ? നീ ഒന്ന് വന്നേടാ. ചെല്ല ആൽഫി. ഇത് ചേച്ചി എന്നെ കൊല്ലാൻ പറഞ്ഞിട്ടാണോ? വല്ല ആവശ്യമുണ്ടാ? എടാ എറപ്പ ആൽഫിയെ, ഇന്നലെ കുടിച്ച കള്ളിലെ കായ് കയറാ. ഞാൻ തരും, എനിക്ക് ശമ്പളം കിട്ടിയ പിന്നെ ഞാൻ ആരാ? അന്റെ എല്ലാ കടവും വീടും. അന്റെ ഉറപ്പൊന്നും എനിക്ക് വേണ്ട. ഞാൻ നായി നയിച്ചോണം ഉണ്ടാക്കിയ പൈസയാ. തരാടാ പട്ടി, നീ ഒന്ന് ക്ഷമിക്ക്. ഇത് ലാസ്റ്റ് ആട്ടോ. ഇനി മായന്റെ കൈയോട് ഒരു തുള്ളി കള്ളുങ്ങ കിട്ടൂല കേട്ടോ. തരാടാ. ആ ഊടെ സുൽഫി ശമ്പളം തരണ്ടേ? ഓ ഊളയല്ല, ഓൻ തൊരപ്പനാ. ഓനുള്ള പണി ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. നാളോട് ഞാൻ കാക്കൂ. നിന്റെ കായ് കിട്ടിയില്ല അന്നേരം പറഞ്ഞുതരാം. ഓക്കെ. ആ സാറവിടെ ഉണ്ടായിരുന്നോ? ഞാനെല്ലാം കേട്ടു. കേട്ടോ? നന്നായിപ്പോ. എനിക്ക് എന്റെ ശമ്പളം വേണം സുൽഫി. തരാടാ, ഞാൻ അവിടുത്തെ മാനേജറല്ലേ. മാനേജർ കുന്തം. സാറേ, ഫുഡ് റെഡിയാണേ. ആൽഫി ഒന്ന് അടിക്കുന്ന. വേണ്ട സാറേ, അവിടെ ഉണ്ട്. മായാ, നിനക്കറിയോ ഈ ആൽഫിയുടെ മനസ്സ് നീറാ. നമ്മുടെ ചേച്ചില്ലേ, ചേച്ചി പാവ. ഏത് ചേച്ചിയാണോ? നമ്മുടെ ശ്രീയേട്ടന്റെ ഭാര്യ മലർ ചേച്ചി. ഓരോ സങ്കട ദുനിയാവിൽ ആർക്കുമില്ല. എന്നോടെല്ലാം പറയും. എൻ്റെ ചേച്ചിക്ക് കുട്ടികളില്ല. ചേച്ചി ഭക്ഷണം കഴിച്ചോ? ഇല്ലട മായ, നല്ല തണുപ്പ്. ചേച്ചിക്ക് എന്തോ മനപ്രയാസം ഉണ്ടല്ലോ. ആര് പറഞ്ഞു എനിക്ക് മനപ്രയാസം ഉണ്ടെന്നോ? എനിക്കൊരു മനപ്രയാസവും ഇല്ല. ഞാൻ ചേച്ചീനെ 5-6 ദിവസമായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. ചേച്ചിക്ക് എന്തോ മനപ്രയാസം ഉണ്ട്. ചേച്ചീനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നീ എന്തിനാടാ ഇതൊക്കെ നോക്കുന്നേ? എന്നോട് ആൽഫി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ചെയ്യണം. ഇവിടെ അടുത്തൊരു കാവുണ്ട്, ഭയങ്കര പ്രതിഷ്ഠയാണ്. പ്രാർത്ഥിച്ച ഫലം കിട്ടും. ഇവിടെ ഏലിമലയ്ക്കടുത്താണ്. ചേച്ചി എന്തായാലും അവിടെ പോകണം. പ്രാർത്ഥിച്ച ഫലം കിട്ടും. പിന്നെ ശ്രീയെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ? നിനക്കെന്താ പ്രാന്ത? പിന്നെ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിച്ചു പോണോ? അല്ലേ, ഞാനില്ലേ നിനക്ക്? നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാലോ? നിനക്കറിയില്ലേ ഞാനത്ര ദൈവവിശ്വാസം ഒന്നും അല്ലാതെ. കാടു കണ്ടേ കാടൊന്നു കണ്ടേ, അല്ലി മലർക്കാവു കണ്ടേ, കുന്നു കണ്ടേ കുന്നതു കണ്ടേ, കാടിനുള്ളിൽ കാവതു കണ്ടേ, മായ കണ്ടേ മായന്റെ മായാജാലം കണ്ടേ, അല്ലി കണ്ട കാവിനുള്ളിൽ മായന്റെ മായാജാലം കണ്ടേ, അല്ലി കണ്ട മായന്റെ ഉള്ളിൽ മായന്റെ ബലി കണ്ടേ.
ആരാ ഇത്? നീ ആരാ? ഞാൻ അല്ലി, അങ്ങേ മലയിലുള്ള. ചേച്ചി എങ്ങോട്ടാ? ഇവിടെ ഒരു കാവില്ലേ? കാവോ? ആരാ പറഞ്ഞ ഇവിടെ കാവുണ്ടെന്ന്? ആ റിസോർട്ടിലെ പണിക്കാരൻ. മായം പറഞ്ഞ കാവാണോ? വാ, ഞാൻ കാണിച്ചു തരാം മായം പറഞ്ഞ കാവ്. ചേച്ചി വാ. നിനക്ക് പേടിയില്ലേ ഈ കാട്ടിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ? ഇല്ല. അല്ലി, അല്ലി, ഞാനാ ചേച്ചി, മായൻ. നീയോ? എന്താ ഈ വേഷത്തില്? ചേച്ചി ഞാൻ പറഞ്ഞത് അപ്പടി വിശ്വസിച്ചു അല്ലേ? ചേച്ചി, കാര്യം ഞാൻ പറയാം. എനിക്ക് പണക്കാരനാവണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ധനികൻ, മായൻ. അതിന് ദൈവപ്രീതി വേണം. ദൈവപ്രീതിക്ക് ദൈവത്തിന് ബലി നൽകണം, നരബലി. എന്റെ ആദ്യത്തെ ബലി ദൈവം സ്വീകരിച്ചു. ഇതെന്റെ രണ്ടാമത്തെ ബലിയാണ്. അതിനാണ് ചേച്ചിയെ ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. ചേച്ചിക്ക് ഇനി വേറെ ഒരു മാർഗവുമില്ല. കാടു കണ്ടേ കാണുന്നു കണ്ടേ, മലർക്കാവു കണ്ടേ, കണ്ടേ കുന്നതു കണ്ടേ, കാടിനുള്ളിൽ മായ കണ്ടേ, മായ കണ്ടേ, മായന്റെ മായാജാലം കണ്ടേ, കണ്ട കാവിനുള്ളിൽ മായന്റെ മായാജാലം കണ്ടേ. ഡാൽഫി, നീ മലറിനെ കണ്ടിരുന്നോ? ചേച്ചി രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. റൂമിലില്ലേ? ഇല്ല. ഇവളിതെവിടെ പോയി? എന്താ ശ്രീ? മലറിനെ എവിടെയും കാണാൻ. സാറേ, എനിക്കൊരു സംശയം. ആ മായൻ ഏതോ കാവിനെ പറ്റി ഇന്നലെ ചേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. നീ അവിടെ എങ്ങാനും? ആ ഏലിമല കാവായിരിക്കും. അവന് അവിടേക്ക് പോവാറുണ്ട്. ഡാ, നീ ആരെന്ന് വിളിച്ചു നോക്ക്. ശ്രീ, അവളെ ഫോൺ എവിടെ? അവളുടെ ഫോൺ റൂമിലുണ്ട്. സാറേ, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നിനക്കവിടെ വഴി? എനിക്കറിയില്ല. എനിക്ക് വഴി ചെറുതായിട്ട് ഓർമ്മയുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. പോ. മലരെ, മലരെ, എന്തു പറ്റി മലരെ?
ഞാൻ എവിടെയാ? അല്ലി അല്ലി എവിടെ? അല്ലയോ? അതാരാ? മായൻ മായനോ? അവിടെ. കാടു കണ്ടേ കാടൊന്നു കണ്ടേ, അല്ലി മലർക്കാവു കണ്ടേ, കുന്നു കണ്ടേ കുന്നതു കണ്ടേ, കാടിനുള്ളിൽ കാവതു കണ്ടേ. മായ കണ്ടേ മായന്റെ മായാജാലം കണ്ടേ, അല്ലി കണ്ട കാവിനുള്ളിൽ മായന്റെ മായാജാലം കണ്ടേ. അല്ലി കണ്ട മായന്റെ ഉള്ളിൽ മായന്റെ ബലി കണ്ടേ. എടാ ശ്രീയെ, ഓരോരോ കഥകൾ. പണത്തിനു വേണ്ടി മനുഷ്യൻ എന്തു ചെയ്യും? മായൻ പുതിയ അവതാരം. നമ്മുടെ ഈ കഥയിൽ നമുക്കും ഒരു പാഠമുണ്ട്. ഇനിയും ഇതുപോലെ എത്ര അവതാരങ്ങളെ നമ്മൾ കാണണം. ആ ഫോട്ടോയിൽ കാണുന്ന ആരാ? അതെന്റെ മകളാ അല്ലി. അല്ലി ചേട്ടന്റെ മോളാണോ? അതെ, മരിച്ചിട്ടൊരു വർഷമായി.